ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണി മുതൽ 10:30 വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഒരു 5 മണിക്കൊക്കെ നീച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6 മണിയാകുമ്പോഴത്തേന് റിനുവിനും റിഫുവിനും മദ്രസക്ക് പോകണം കേട്ടോ. അപ്പോൾ ഓലൊക്കെ നീപ്പിച്ച് ഉണർത്തിണ്ടാക്കി പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങട്ടെ. റിനുവിനും റിഫുവിനും 6 മണിക്കാണല്ലോ മദ്രസ. അപ്പോൾ ഓൽക്കുള്ള ചായയും ലഘുകടിയൊക്കെ കൊടുത്താണ് നമ്മളും ലഘുകടിയും ചായയൊക്കെ കുടിച്ചാണ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത്. അടുക്കളയിൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല, അപ്പോൾ തിരക്കിട്ട പണികളൊന്നും ഇന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ സൽക്കാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ റിനുവും റിഫുവിനും ഓൽക്കൊന്നും ചിലപ്പോൾ പോരാൻ കഴിയില്ല എന്നൊക്കെയാണ് കേട്ടോ ഓല് പറഞ്ഞത്. കാരണം മദ്രസയിൽ ഇന്ന് റബീഉൽ അവ്വലിൻ്റെ പരിപാടി ഉണ്ടാവില്ല പെൺകുട്ടിയൊക്കെ, അപ്പോൾ ഓൽക്ക് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. ഹിസുട്ടിക്ക് പിന്നെ 7:30 മദ്രസ്. അപ്പോൾ ഓളൊരു 9 മണിയാകുമ്പോഴത്തേന് വരും ചെയ്യും, 10:30 നമുക്ക് പോകും വേണം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ വാട്ടി റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ ചൂടാറട്ടെ. അപ്പോഴത്തേന് ഞാൻ തേങ്ങക്കൊന്ന് അങ്ങോട്ട് ചിരണ്ടിട്ടാണ് ഞങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയത്. ഇനിയിപ്പോൾ തേങ്ങക്കൊന്ന് വറുത്തെടുത്ത് ചൂടാറുമ്പോഴത്തേന് നമുക്ക് നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേന് ആ തേങ്ങ വറുത്തെടുത്തത് അങ്ങോട്ട് ചൂടാറും ചെയ്യില്ല. എന്നാൽ മിക്സിയിൽ ചാർക്കിട്ടാണ് നമുക്ക് അങ്ങോട്ട് അരച്ചെടുത്താണ് നമുക്ക് ആ ചിക്കൻ കറിക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നൂൽപുട്ടുക്കുള്ള കറി അവിടെ റെഡിയായി കിട്ടും ചെയ്യും. ഞാൻ നൂൽപുട്ട് വേവിച്ചെടുക്കരുത് ആ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. ഓട്ടപാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചല്ലേ ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇതിലാകുമ്പോൾ 8-10 ഒപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കല്ലോ, എളുപ്പം പണി കഴിയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ആ ഇഡ്ഡലി ചെമ്പക്ക് വെള്ളമാക്കിയിട്ട് ഞാൻ ഗ്യാസ് മക്കാണ് വെച്ച് കൊടുക്കാൻ കേട്ടോ. നമുക്ക് നൂൽപുട്ടൊക്കെ ഒന്നാണ്ട് റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് ആ വെള്ളം അങ്ങോട്ട് തളിച്ചും ചെയ്തോളും. എന്നാൽ പിന്നെ ഇക്കടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ നേരം അവിടെ വെച്ചാൽ മതി. അപ്പോഴത്തേന് തന്നെ അതവിടെ വെന്ത് കിട്ടും ചെയ്യും. നൂൽപുട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ ഈ പാത്രത്തേക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഞാനാക്കി കൊടുക്കാൻ കേട്ടോ. ഇതാകുമ്പോൾ നൂൽപുട്ടിനുള്ള മാവ് നല്ല മട്ടത്ത് പോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ. ചിലവർ പറയും നൂൽപുട്ട് എത്ര ഉണ്ടാക്കിയിട്ടും റെഡി ആണില്ല, അതിന്ന് കിട്ടുന്നില്ല, ഇന്ന് പോരുന്നില്ല എന്നൊക്കെ പറയണേക്കല്ലേ. നമ്മളങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല മട്ടം പോലെ അങ്ങോട്ട് ആയി കിട്ടലുണ്ട് കേട്ടോ. പലരും പല മോഡലേക്കാരല്ലേ ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെ ഞാൻ ഇഡ്ഡലി ചെമ്പക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് അങ്ങോട്ട് മൂടി വെച്ചിട്ടോ. നമുക്ക് തേങ്ങ വറുത്ത് വെച്ചില്ല, അത് നല്ലോണം ചൂടാറിയിട്ടോ. അതൊന്നാണ് അരച്ച് കൊടുത്താണ് നമ്മളെ ചിക്കൻ കറി നമ്മൾ ഇന്നലത്തെ ഉണ്ടല്ലോ അതേക്കാൾ പറഞ്ഞു കൊടുത്താണ് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മളെ ഹിസുട്ടിനെ നീപ്പിച്ച് കൊണ്ടുത്തി പല്ലൊക്കെ തേച്ച് കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് മാറ്റി കൊടുത്താണ് മദ്രസക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാൻ. ബാക്കി ഇപ്പം 5-6 നൂൽപുട്ടും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാണ്ട്. അപ്പം ഇതാദ്യം വേവട്ടെ, എന്നിട്ട് വേണം ബാക്കിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴത്തേന് ഞാൻ തേങ്ങ വറുത്തച്ചതൊക്കെ അരച്ച് കൊടുത്താണ് ഞാനിതാ നമ്മളെ ചിക്കൻ കറിക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ് ഞങ്ങൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. തേങ്ങക്കാണ്ട് അരച്ച് കൊടുത്താണ് നമ്മളാ കുക്കറത്തെ കറിക്കാണ്ട് പാർന്ന് കൊടുത്താണ് ഞങ്ങൾ തിളപ്പിച്ചെടുത്തപ്പോഴത്തേന് നമ്മളെ നൂൽപുട്ടൊക്കെ ഇവിടെ വെന്ത് കിട്ടീന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവി പോയാണ്ട് ചൂടാറട്ടെ, ഇങ്ങനെ നിൽക്കാനും നേരമില്ല. ഹിസുട്ടിയും ബോട്ടിയോടെ മാറ്റി ഒരുങ്ങിക്കാണ്ട് ചായ അടിച്ചാൽ വേണ്ടി റെഡിയായി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് വേക്കാണ്ട് എടുത്ത് വെച്ച് കൊടുക്കട്ടെ. ബോട്ടി ഇപ്പം ഇന്നിപ്പോൾ ഈ ചായ കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 10-10:30 ആകുമ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോഴത്തേനൊക്കെ ഇനിയിപ്പോൾ എത്തുള്ളൂ. അപ്പോൾ പിന്നെ ചായ കുടിച്ചില്ല, കാരണം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ചോറൊക്കെ തിന്നണ്ടേ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാണ് പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങാടിക്കാണ് പോകട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്നിപ്പോൾ അങ്ങനെ വരില്ല. നേരെ അങ്ങാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊക്കെ എപ്പോഴേലും ട്രിപ്പ് കിട്ടുകയാണെങ്കിലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചത് കുടിപ്പിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിൽ തന്നെ സമാധാനം അല്ല ഞാൻ പിന്നെ നമുക്കൊരു ഇടങ്ങേറേക്കാരല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ചൂടാറാണെന്ന് നിന്നില്ല, വേഗം അതിനങ്ങോട്ട് എടുത്താണ് പാത്രത്തിൽ കണ്ടാക്കി കൊടുത്താണ്ട് ഓൽക്കാണ്ട് വെച്ച് കൊടുക്കട്ടെ. കറി അതാ തളിച്ച് കിട്ടുകയും ചെയ്തതിന് തൂമിച്ചാലൊന്നും ഇപ്പം ഞാൻ നിൽക്കണില്ല. ഇനിയിപ്പോൾ ആ കറിയൊക്കെ തൂമിച്ച് വെച്ച് പാർന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ മുളകിട്ട കറിയില്ല, അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ടല്ല ഇപ്പം നമ്മൾ ആ മുളകിട്ടെടുക്കുക. അപ്പോൾ അതേമാതിരി ഞാൻ തിളപ്പിച്ചാണ്ട് പിന്നെ ഓൽക്കാണ്ട് വെച്ച് കൊടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഓല് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഓല് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുക. അപ്പോൾ ഹിസുട്ടിൻ്റെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഹിസുട്ടി മാറ്റി ഒരുങ്ങി റെഡി ആയാണ് അവിടെ അങ്ങനെ സോഫയിൽ കിടക്കാണ്ട് ഇനി മൊത്തമിട്ട് പോകാനുള്ളൂ. അപ്പോൾ അവിടെ ബോട്ടി ചായ കുടിച്ചാണ്, ബോട്ടി ഒക്കെ വാരി കൊടുത്താണ്ട് പിന്നെയാണ് ബോട്ടി ചായ കുടിച്ചാൽ കുത്തിറക്കുന്നത്. അങ്ങനെ ഹിസുട്ടി മദ്രസ്ക്കും പോയി, ബോട്ടി പിന്നെ അവളെ മദ്രസിൽ അങ്ങോട്ട് കൊണ്ടാക്കിയാണ്ട് പിന്നെ നേരെ അങ്ങാടിക്ക് അങ്ങോട്ട് ഓടാനും പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായക്കുടിയൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ മോറി വെച്ച് അടുപ്പും വേദിനൊക്കെ തോത്തി തുടച്ചിട്ടാണ് പിന്നെ വേഗം അകടിച്ചേരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ട്. റിനുവിനും റിഫുവിനും ഇപ്പോൾ ഇന്ന് അടിച്ചേരി തുടക്കാനും മുറ്റടിച്ചേരാനും ഇന്ന് സമയം ഉണ്ടാവില്ല. മറ്റേത് ഒഴിവുള്ള ദിവസങ്ങളിൽ അകടിച്ചേരി തുടക്കലും മുറ്റടിച്ചേരലൊക്കെ ഓലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഓൽക്കും അതിന് സമയം ഉണ്ടാവില്ല. ഓൽക്കും ഇനി മദ്രസ് ഇട്ട് 7:00 വരും. 7:00 വന്നിട്ട് ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓൽക്ക് പിന്നെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും മദ്രസ്ക്ക് പോകണുണ്ടോ. മജ്‌ലിസ് നൂറ്, ചിത്രം വര, അങ്ങനത്തെ മത്സരങ്ങളൊക്കെയാണ് നടന്നുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികൾ. അപ്പോൾ അതിന് പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് മദ്രസ്ക്കും പോകട്ടെ. അപ്പോൾ ഞാൻ വേഗം അടിച്ചേരി തുടക്കട്ടെ, ഇല്ലാണ്ട് അതൊക്കെ നല്ല അടിച്ചേരിട്ടാണ്. അടിച്ചേരൊക്കെ കഴിഞ്ഞാൽ തിരുമ്പാളതൊക്കെ ഞാൻ മെഷീനിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് അങ്ങോട്ട് കറക്കട്ടെ. ഇങ്ങനെ തൊഴിവില്ലാത്ത ദിവസങ്ങളിലേട്ടോ ഞാൻ മെഷീനിലാണ് കൊണ്ടുപോയിടാൻ പോകുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലേക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഉള്ളത് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇല്ലേക്കാരം. അപ്പോൾ ഞാൻ കല്ലുമ്മലിട്ടാണ്ട് കുത്തിയാണ് ഞാൻ അങ്ങോട്ട് അയലുമൊക്കെ കണ്ടിടലാണ്. എന്നാലേ നമുക്ക് അങ്ങോട്ട് റാഹത്താവുള്ളൂ. അങ്ങനെ തിരുമ്പാളതൊക്കെ പാടെ ഞാൻ മെഷീനിലിട്ടാണ്ട് കൊണ്ടുപോയാണ് കറക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി വേഗം വന്നാണ്ട് തുടക്കുകയാണ് കേട്ടോ. അതൊക്കെ
അങ്ങനെ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 10:30 ആയപ്പോൾ തന്നെ ബാവട്ടി വന്നിട്ടോ. അപ്പോൾ അതാ ഞാനും ഹേസറ്റും ബാവട്ടി ഇതാ അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, 1/2 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.